നേരത്തെ തന്നെ ഈ മുകൾ ഭാഗത്തായി ഭൂമിയിൽ ചില വിള്ളലുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില മുഴക്കങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞു ഒരു അപകട സാധ്യത ഉണ്ട് എന്നുള്ളത്. മറ്റൊന്നും നിർമ്മാണ പ്രവർത്തനം നടത്തിയപ്പോൾ തന്നെ ഈ നടത്തിയ ജോലിക്കാർക്കും ഈ കാര്യം ബോധ്യപ്പെട്ടതാണ്. ഇതിലൂടെ അടിസ്ഥാനത്തിലാണ് അവർ അത്തരത്തിലൊരു നിർദ്ദേശം നൽകുകയും ചെയ്തത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ ക്രമീകരണങ്ങൾ അത് ഇനി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രധാനപ്പെട്ട കാര്യം ഈ അപകട സാധ്യതയുള്ള സ്ഥലത്ത് ഇനി വീണ്ടും ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടോ, മറ്റൊന്ന് ഈ പ്രദേശം വാസയോഗ്യമാണോ അല്ലയോ എന്നുള്ളത് പരിശോധനയിൽ കണ്ടെത്തണം. 3 ഇവിടെ ഇനിയും ഒരുപാട് വീടുകൾ അവശേഷിക്കുന്നുണ്ട്. അവിടെ നിരവധി കുടുംബങ്ങൾ താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ വല്ലാത്തൊരാശങ്കയിലും ഭീതിയിലുമൊക്കെയാണോ? ആശങ്ക ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. കാരണം ദിവ്യ, അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടി വരും. 2018-19 മഹാപ്രളയങ്ങളെല്ലാം തന്നെ ഞാൻ അടക്കം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്തെല്ലാം തന്നെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും അധികം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ജനതയാണ് ഇടുക്കിയിലെ മലയോര ജനത. പക്ഷേ ഇക്കാര്യം മലയോര ജനതയ്ക്കും അപ്പുറം വീണ്ടും ഈ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രകൃതി ദുരന്തം എന്നതിനപ്പുറത്തേക്ക് അശാസ്ത്രീയമായി നടത്തിയ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായിട്ടുണ്ടായ ദുരന്തം എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഇത് പലവട്ടം മുന്നറിയിപ്പ് നൽകുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് പലയിടങ്ങളിൽ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ പലയിടങ്ങളിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കമ്പനിയുടെ ജീവനക്കാരനടക്കം ഈ മണ്ണിടിഞ്ഞ് അതിനുള്ളിൽ അകപ്പെട്ടുപോയി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ചരിത്രമുണ്ടായിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിന് തൊട്ടപ്പുറം മാറി ഒരു മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു ദുരന്തം ഉണ്ടായി എന്നുള്ളത് പറയുമ്പോൾ അത് ഉത്തരവാദിത്വമില്ലായ്മ അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തിന്റെ ഒരു പോരായ്മ എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. പ്രകൃതി ദുരന്തം നമുക്കറിയാം, അത് സാഹചര്യവശാൽ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന് ദുരന്തത്തിൽ അപകടത്തിൽ ബിജുവിനാണ് ജീവൻ നഷ്ടമായത്. ഭാര്യ സന്ധ്യ ഗുരുതരമായ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുകയുണ്ടായി. ബിജുവിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായില്ലേ? സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായി. ഉച്ചയോടുകൂടിയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ എല്ലാം കഴിഞ്ഞ് ബിജുവിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. പിന്നീട് വീട്ടിലെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം തന്നെ സ്ഥലത്തെത്തി. നാനാതുറകളിലുള്ളവർ ബിജുവിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ബിജുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ടോടുകൂടി 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ബിജുവിൻ്റെ തറവാട്ട് വീട്ടുവളപ്പിലാണ് ഈ ചടങ്ങുകൾ പൂർത്തിയായത്. ബിജുവിനെ സംബന്ധിച്ചും പറയാൻ ഒത്തിരി കാര്യങ്ങൾ ഈ പ്രദേശത്ത് നാട്ടുകാർക്കുണ്ട്. കാരണം നാട്ടുകാർക്ക് സുപരിചിതനാണ്. ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിച്ചു വന്ന ഒരു ആളാണ്. 1 വർഷം മുമ്പാണ് ബിജുവിൻ്റെ മകൻ ക്യാൻസർ ബാധിതനായി മരിക്കുന്നത്. അതിൻ്റെ വലിയൊരു ദുഃഖം വലിയ കുടുംബത്തിനെ അലട്ടിയിരുന്നു. അതിനെല്ലാം അതിജീവിച്ച് കുടുംബം ഒന്ന് കെട്ടിപ്പടുത്തി വരുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നത്. ഇവിടുന്ന് ആളുകളോട് മാറ്റിപ്പാർപ്പിക്കാനായി പറഞ്ഞിരുന്നു. ആളുകൾ മാറിപ്പോയിരുന്നു. അതിനിടയിൽ ചില വ്യക്തിപരമായ ചില കാര്യങ്ങൾ, അത് സാധനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. ആദ്യം സന്ധ്യയാണ് പുറത്തെടുക്കാനായത്. 10 മണിയോടുകൂടി വലിയ ദുരന്തമുണ്ടായി. നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ഫയർഫോഴ്സ് NDRF സംഘവും എല്ലാം തന്നെ സ്ഥലത്തെത്തി വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് സന്ധ്യയെ ആദ്യം പുറത്തെത്തിക്കുന്നു. അതിനുശേഷം പിന്നീട് ഇവിടുത്തെ അലുമണി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. പിന്നീട് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ബിജുവിനെ പുറത്തെടുക്കാനായത്. കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു ബിജുവിനെ കണ്ടത്. ബിജുവിനെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും അത്തരത്തിൽ വലിയൊരു ദുരന്തം ആളുകൾ ഈ പലവട്ടം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, എന്താണോ ദുരന്തമായി സംഭവിക്കാൻ പോകുന്നത്, അപകടം എങ്ങനെ ഉണ്ടാകുമോ, ഈ ആശങ്ക എത്രമാത്രം ആളുകളുടെ ഉള്ളിലുണ്ടായിരുന്നോ അതേ ആശങ്ക, ആ പേടി, ആ തരത്തിലൊരു അപകടം ഉണ്ടായി, അതിലൊരു മനുഷ്യജീവൻ പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പല തടസ്സങ്ങൾ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. വനം വകുപ്പുമായിട്ടും റവന്യൂ വകുപ്പുമായിട്ടും അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിയമപരമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനെല്ലാം ഇടയിലാണ് ഈ പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണം. പ്രത്യേകിച്ച് മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്ന പ്രദേശമാണ്. ഒപ്പം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നത് തദ്ദേശീയരായിട്ടുള്ള ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഗതാഗതത്തിന് വലിയ രീതിയിൽ തടസ്സമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദിവ്യ, ഇന്നലെ ഉണ്ടായ ദുരന്തത്തിൽ ബിജുവിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭാര്യ സന്ധ്യയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. അതിനിടയിലാണ് യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും അവിടെ നടത്തിയിരുന്നില്ല എന്ന വിശദീകരണമായി ദേശീയപാത അതോറിറ്റിയും എത്തുന്നത്. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.